മോളെ വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളുണ്ടായി. ഇത് ധാരാളം മതി, എന്തെങ്കിലും മതിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം ആ സമരം പൊളിയുകയാണ്. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രിയുടെ കൈക്ക് പരിക്കുണ്ട്. എന്താ ഉറക്കം വരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നതാണ് അവിടെ KSU പ്രവർത്തകർ അവിടെയുണ്ട്. അതിന്റെ നടുവിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, അതായത് പോലീസ് വലയത്തിനുള്ളിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നിൽക്കുന്നത്. ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പം മനസ്സിലായി. ഈ സമയത്ത് മന്ത്രിയുടെ പൊസിഷൻ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മന്ത്രി പോലീസ് വലയത്തിനുള്ളിലാണ്. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. മന്ത്രിയുടെ ശരീരത്തിൽ KSU പ്രവർത്തകരുടെ കൈ സ്പർശിച്ചതായോ ഏതെങ്കിലും തരത്തിൽ നേരിട്ടൊരു മർദ്ദനം ഏൽപ്പിച്ചതായോ ഈ 3 ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലും വ്യക്തമല്ല. അതായത് പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്ത് മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിക്കും വിധം എത്തിയിട്ടില്ല. മന്ത്രി പോലീസ് വലയത്തിലായിരുന്നു എന്നതാണ് 3 ദൃശ്യങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചാരെ എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ പൊളിഞ്ഞു.